حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യന് പൂർണ്ണമായും അടുക്കണമെങ്കിൽ സകല ഭൗതിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് സാമൂഹിക കുടുംബജീവിതങ്ങൾ കൈവൊടിഞ്ഞ് ഏകാഗിയായി ദൈവസ്മരണയിൽ മുഴുകി ജീവിക്കണം എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട്. ഏറ്റവുമധികം ആത്മീയമായി വലിയ ഔന്നത്യമുള്ള ചിന്ത എന്ന നിലക്ക് ഈ ഒരു ചിന്താഗതി വളരെ ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ശരിയായ ആത്മീയത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, പടച്ചവനെ ആരാധിക്കുന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്ത് അവനുമായി അങ്ങേയറ്റം ബന്ധം സ്ഥാപിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അയാൾ സാമൂഹികമായ കെട്ടുപാടുകളില്ലാത്തവനായിരിക്കണം. കുടുംബപരമായിട്ടുള്ള സംഘപരമായിട്ടുള്ള കെട്ടുപാടുകളെല്ലാം തന്നെ ഉപേക്ഷിക്കണം. എന്നിട്ട് ഏകാന്തമായ ഒരു ജീവിതം തിരഞ്ഞെടുക്കണം.
ആ ഏകാന്ത ജീവിതത്തിൽ നിരന്തരമായി ദൈവത്തെ പടച്ചവനെ ഓർക്കുകയും സ്മരിക്കുകയും ആ ഏകാന്ത ജീവിതത്തിലൂടെ അള്ളാഹുവിലേക്ക് ലയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിനാണ് പുതിയ കാലത്തെ ആത്മീയ സൗന്ദര്യ സങ്കല്പമായിട്ട് സൊസൈറ്റിയിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ആത്മീയ സങ്കല്പം. ഇത് നമുക്ക് ഹൈന്ദവ മതത്തിൽ കാണാം, ക്രൈസ്തവ മതത്തിൽ കാണാം ഇതിൻ്റെ ശാഖകൾ. അതുപോലെ തന്നെ ബുദ്ധമതത്തിലും ജൈനമതത്തിലുമൊക്കെ ഇതിൻ്റെ ശാഖകൾ കാണാം. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് തസവുഫിൻ്റെ സൂഫിസത്തിൻ്റെ ആളുകളുടെ ചിന്തകളിലും ഇതിൻ്റെ ശാഖകൾ കാണാം. വാസ്തവത്തിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണിത്. ഇസ്ലാമിക വിരുദ്ധം, നേർക്ക് നേരെ ഇസ്ലാമിൻ്റെ നിലപാടുമായി അതിശക്തമായി എതിരിട്ട് നിൽക്കുന്നൊരു ജീവിത കാഴ്ചപ്പാടാണിത്. ഇസ്ലാം പഠിപ്പിക്കുന്നത്, മുസ്ലിം സൊസൈറ്റിയെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരെപ്പോഴും ഒരു സംഘജീവിതത്തിൻ്റെ ഭാഗമാകണമെന്നാണ്. കൂടി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, പ്രാസ്ഥാനികമായിട്ടുള്ള അടക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം. ഒറ്റക്കുള്ള ജീവിതമല്ല, ഏകാന്തമായ ജീവിതമല്ല, സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറി നിന്ന് ആത്മീയമായി ഔന്നിത്യം പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവവുമായി ലയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം ക്രമപ്പെടുത്തുന്ന രീതി ഇസ്ലാം മോശമാണെന്നാണ് പഠിപ്പിച്ചത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് എപ്പോഴും ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കൂ, അടിസ്ഥാനപരമായി ഇസ്ലാം കാര്യങ്ങളിലെ ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കൂ. നമസ്കാരത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, വസ്സലാത്തുർ റജുലി മഅർ റജുലി അസ്കാ മിൻ സ്വലാത്തിഹി വഹദഹു. ഒരു മനുഷ്യൻ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ളത് രണ്ട് മനുഷ്യന്മാർ നിസ്കരിക്കുകയാണ്. ഒരാൾ പള്ളിയിലേക്ക് കടന്നു വന്നു. പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരാൾ ഒറ്റക്കാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് നിസ്കരിക്കുന്നു, ഇവൻ അവിടെ നിന്ന് നിസ്കരിക്കുന്നു. ഇങ്ങനെ നിസ്കരിക്കുന്നതല്ല നല്ലത്. പള്ളിയിലേക്ക് അവൻ കടന്നു വന്നാൽ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, നിസ്കരിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെയും കൂടെ ചേർത്ത് അവർ രണ്ടുപേരും കൂടി നിസ്കരിക്കുന്നതാണ് നല്ലത്. വസ്സലാത്തുർ റജുലി മഅർ റജുലൈനി അസ്കാ മിൻ സ്വലാത്തിഹി മഅർ റജുൽ. അങ്ങനെ രണ്ടുപേരിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഇനി വേറൊരുത്തൻ മൂന്നാമത് അതിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവനെയും കൂടെ നോക്കുന്നതാണ്. നമ്മൾ രണ്ടുപേരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പുറത്തൊരുത്തം ഒളു ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ. അസ്കാന്നാണ് കൂടുതൽ സംസ്കാര സമ്പന്നമായ, പ്രതിഫലാർഹമായ, ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേർന്ന് ആളുകൾ കൂടുതലായിക്കൊണ്ട് ജമാഅത്തായിട്ട് അവർ നിസ്കരിക്കുന്നതാണ് ശ്രേഷ്ഠം. വമാ കാനു അക്സർ, അവർ എത്ര കൂടുന്നുവോ ഫഹുവ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, പടച്ചവൻ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ ജമാഅത്തായിട്ട് കർമ്മങ്ങൾ, സാമൂഹികമായിട്ട് സംഘമായിട്ട് കർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. എന്നാൽ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു ചില സന്ദർഭങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഏകാന്തമായ ആത്മീയാനുഭൂതി വിശ്വാസിക്ക് പകരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അവിടെ അള്ളാഹു ഒതുക്കിർത്തിയില്ല. ഒറ്റയ്ക്ക് ഞാൻ നിസ്കരിക്കണേക്കാൾ 27 ഇരട്ടി പ്രതിഫലം നിശ്ചയിച്ചത് ഞാൻ പള്ളിയിൽ വന്നിട്ട് എൻ്റെ സഹോദരന്മാരോടൊപ്പം അവരുടെ കാലുകളിൽ എൻ്റെ കാല് ചേർത്ത് വെച്ച് അവരുടെ തോളുകളിൽ എൻ്റെ തോള് മുട്ടിച്ചു വെച്ച് സംഘബോധത്തോടെ ഞാൻ നമസ്കരിക്കുന്നതാണ്. ഞാൻ വീട്ടിൽ നിസ്കരിക്കണേക്കാൾ പടച്ചവന് ഏറ്റവും 27 ഇരട്ടി പ്രതിഫലം നിശ്ചയിച്ചതിനാ. എന്താ? ചേർന്ന് നിൽക്കണം. വിശ്വാസിന്റെ ജീവിതം എങ്ങനെയാണ്? ചേർന്ന് നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നാ നഅക്കുലു വലാ നശ്ബഹു, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ റസൂലെ ഞങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ല. ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷെ വിശപ്പ് മാറുന്നില്ല. ഉടനെ റസൂലുള്ളാഹി സഹാബികളോട് ചോദിക്കുകയാണ്, ഫലഅല്ലക്കും തഫ്തരിഖൂൻ, നിങ്ങൾ വേർപെട്ടിരുന്ന് ഭിന്നിച്ചിരുന്നിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? ഒരുത്തനൊരു സ്ഥലത്തിരുന്ന് കഴിക്കുന്നു, വേറൊരുത്തൻ വേറൊരു സ്ഥലത്തിരുന്ന് കഴിക്കുന്നു, ഇങ്ങനെ ഭിന്നിച്ചിരുന്നിട്ടാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്? ഖാലു, അവർ പറഞ്ഞു, നഅം, അതേ റസൂലേ. ഓരോരുത്തരും അവനവൻ്റെ ടേബിളും സ്ഥലവും കണ്ടെത്തി അവനവൻ്റെ ഭക്ഷണവുമായി അവിടെ പോയി ഇരുന്നിട്ട് വെവ്വേറെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറയാ, ഫജ്തമിഉ അലാ തുആമിക്കും, നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ ഒന്നിപ്പിക്കുക. എല്ലാവരും കൂടി എന്ത് ചെയ്യുക? ഒരു സ്ഥലത്ത് നിന്നിരുന്ന്, കൂട്ടമായിരുന്ന്, വട്ടമായിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. വദ്കുറുസ്മല്ലാഹ്, എന്നിട്ട് പടച്ചവന്റെ നാമം ഉച്ചരിച്ചിട്ട് ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ വട്ടത്തിലിരുന്നിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കൂ. യുബാരിക ലക്കും ഫീഹി, അതിൽ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം?
മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു മുസ്ലിം അവിടെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കണ്ടാൽ അവൻ്റെ അടുത്ത് പോയിരുന്ന് കഴിക്കണം. ഒറ്റ പ്ലേറ്റിൽ നിന്ന് കഴിക്കണം എന്നാണ്. പക്ഷെ നമ്മുടെ ശീലവും മര്യാദയും ഒക്കെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇസ്ലാമിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രത്തിൽ ഭക്ഷണം ഇടുന്നു, ചുറ്റും എല്ലാവരും അതിൽ നിന്ന് കോരി കഴിക്കുന്നു. അതാണ് ഇസ്ലാമിൻ്റെ കൾച്ചർ. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ. അവിടെ ഒരുത്തൻ കഴിക്കുന്നു, ഇവിടെ ഒരുത്തൻ കഴിക്കുന്നു, അങ്ങനെയല്ല, ഒന്നിച്ചിരുന്ന്, പ്രത്യേകിച്ച് വീട്ടിൽ വാപ്പയും ഉമ്മയും മക്കൾ ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ ശ്രമിക്കണം. ഇസ്ലാമിൻ്റെ കൾച്ചറാണ്, അതിൽ ബർക്കത്താണ്. അതാണ് പറഞ്ഞത്, സംഘടിതമായി നിൽക്കുന്ന പ്രാസ്ഥാനികമായിട്ടുള്ളൊരു മുഖം വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകി. ഒറ്റക്ക് പോകുന്നത്, ഒറ്റക്ക് ചെയ്യുന്നത് ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വിശ്വാസികൾ ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അനിൽ വഹദ, ഞങ്ങൾ ഒറ്റപ്പെടുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരുന്നു. ഏകാഗിയാകുന്നതിനെ, ഏകാന്തമാകുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ, നിരോധിച്ചിരുന്നു. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് രാത്രി കിടന്നുറങ്ങുന്നത്, രാപ്പാർക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഹറാമാക്കിയതല്ല, പക്ഷേ റസൂൽ അത് നിരോധിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് രാത്രി വീട്ടിൽ കിടന്നുറങ്ങരുത്. ഒരു മനുഷ്യൻ പരമാവധി ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പാടില്ല. ഔ യുസാഫിറു വഹദ, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മനുഷ്യൻ യാത്ര ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തി. അവിടെ തന്നെ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമിലേക്കല്ല സൂചന നൽകുന്നത്, മറിച്ച് അതൊരു കറാഹത്തായ, ഒഴിവാക്കിയാൽ പുണ്യം കിട്ടുന്ന തരത്തിലുള്ള ഒരു കർമ്മമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ റസൂലുള്ള എന്ത് ചെയ്തത്, പരിചയപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലായിടത്തും നോക്കൂ, ഒരു കൂട്ടമായ, സംഘമായ ജീവിതത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫരിൻ, നിങ്ങൾ 3 പേർ ഒരു യാത്രയിലുണ്ടെങ്കിൽ ഫൽയുഅമ്മിറു അഹദഹും, അവരിൽ ഒരുത്തനെ എന്ത് ചെയ്യട്ടെ, അമീറായിട്ട് നിശ്ചയിക്കട്ടെ. ഒരു നേതാവ്, രണ്ട് മഅമൂമുകളായ രൂപത്തിൽ അവർ യാത്ര ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാ രംഗത്തും ഇസ്ലാം ആത്മീയതയുടെ പാഠമായിട്ട്, ലോകത്തിന് പരിചയമില്ലാത്ത സന്യാസ ജീവിതവും തസവ്വുഫും അതുപോലത്തെ വിവിധ രൂപത്തിലുള്ള ഏകാന്ത ജീവിതം, പടച്ചവനുമായി ലയിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ഉപേക്ഷിച്ച് പോകണമെന്ന ചിന്ത തെറ്റാണ്. ഇസ്ലാം കണിശമായിട്ട് പറഞ്ഞു. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൂടുതൽ സംഘബോധമുള്ളവരാവുക, കൂടുതൽ ചേർന്ന് നിൽക്കുക, നിങ്ങൾ യോജിച്ച് നിൽക്കുക. നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾക്ക് ശരി പറയുന്നവർ എന്ന് തോന്നുന്ന സംഘത്തെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. അതിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. അല്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് വിഘടിച്ച് മാറി നിന്ന് ആത്മീയമായി ലയിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ സംഘത്തോടൊപ്പം നിൽക്കണം. അങ്ങനൊരു സംഘം കണ്ടല്ലേ. നമ്മളൊരു സംഘത്തെ തിരഞ്ഞെടുക്കേണ്ട എങ്ങനെയാണ്? നമ്മൾ സംഘത്തെ തിരഞ്ഞെടുത്തത് യാതൊരു ബേസില്ലാതാണ് നമ്മൾ തിരഞ്ഞെടുത്തുള്ളൂ. മുസ്ലിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എവിടെയാകട്ടെ, ഏത് സംഘത്തിലുണ്ടെങ്കിലും ആ സംഘത്തെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൗലികമായിട്ടുള്ള അതിൻ്റെ നിലപാടുകൾ പരിശോധിച്ചിട്ട് വേണം. ഏത് സംഘത്തെ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന സംഘങ്ങളുണ്ടല്ലോ, ഒരു പക്ഷേ മഹലിൻ്റെ അടിസ്ഥാനത്തിൽ സംഘമായിരിക്കാം, ഒരു പക്ഷേ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘമായിരിക്കാം, ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ സംഘടിപ്പിക്കപ്പെട്ട ദറസിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘമായിരിക്കാം. ഏത് സംഘാവട്ടെ, മുസ്ലിമീങ്ങൾ ഒരു സംഘത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരാദ്യം നോക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും താല്പര്യങ്ങൾ, മൗലികമായ കാര്യങ്ങളിൽ അവരുടെ നിലപാട് അതുമായിട്ട് യോജിക്കുന്നുണ്ടോ. ശാഖാപരമായ കാര്യങ്ങളിൽ ഒരു പക്ഷേ ഇഖ്തിലാഫിൻ്റെ മസ്അലകൾ ഉണ്ടാകാം, അഭിപ്രായ ഭിന്നതകളുള്ള പ്രശ്നങ്ങളുണ്ടാകും. മൗലികമായ വിഷയങ്ങൾ, മൗലികമായ ഉസൂലിയായ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ആ സംഘം ഖുർആനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകണ്ടോ. ഒന്നാമത്തെ നോട്ടം. രണ്ടാമത്തെ നോട്ടം എന്താ അറിയോ, മുസ്ലിം സൊസൈറ്റിക്ക് ഈ സംഘത്തിൻ്റെ നിലപാടുണ്ട്, ഖൈറാണോ ഷർറാണോ ഉള്ളത്, ഇത് രണ്ടും നോക്കണം. മുസ്ലിം സൊസൈറ്റിക്ക് ഖൈറുണ്ടോ, ഇവരുടെ നിലപാട്, ഇവരുടെ കാഴ്ചപ്പാട്, ഇവരുടെ പ്രബോധന പ്രചാരണ രീതികൾ മുസ്ലിം സൊസൈറ്റിക്ക് ഖൈറുണ്ടാവുമോ ഷർറുണ്ടാവുമോ.
ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഈ ഉമ്മത്തിന് വളർച്ചയുണ്ടാക്കുമോ തളർച്ചയുണ്ടാക്കുമോ ഈ സംഘം എങ്ങനെയാണോ, ഇത് പരിശോധിച്ചിട്ടല്ലാതെ ഒരു സംഘത്തിലും വിശ്വാസിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു സംഘത്തിലും. അത് മുജാഹിദ് പ്രസ്ഥാനമായാലും ശരി, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, മുജാഹിദ് പ്രസ്ഥാനമായാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, സുന്നി ആയാലും ശരി, അതുപോലത്തെ തബ്ലീഗ് ആയാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും വ്യക്തി പ്രസ്ഥാനങ്ങളായാലും ശരി, അതിൻ്റെ പിന്നിലുണ്ടാവുമല്ലോ കുറേ ആളുകൾ. എല്ലാ പ്രസ്ഥാനത്തിനെ അളന്ന് മുറിച്ച് നോക്കണം, അളന്ന് മുറിച്ച് നോക്കണം. നമ്മളെ പണി അതെന്താണ്. നമ്മൾ വിചാരിക്കണം എന്താ അറിയോ, നമ്മളെ എവിടെയോ വെച്ച് ഒരു കൂട്ടരുമായി ഇഷ്ടപ്പെട്ടു, ഏതോ രൂപത്തിൽ അതിലേക്ക് പ്രവേശിച്ചു, പിന്നെ അതിനെ നിരൂപണം ചെയ്യലില്ല, അതിന് വിമർശനമായിട്ട് പഠിക്കലില്ല. നിങ്ങൾ ആലോചിച്ചത് എന്താപ്പം അത്? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മുസ്ലിം സംഘങ്ങളും സംഘടനകളും, അങ്ങനെ പറയണല്ലോ, ഘടനയില്ലാത്ത സംഘങ്ങളുണ്ട്, ഘടനയുള്ള സംഘങ്ങളുണ്ട്. അതുകൊണ്ട് സംഘങ്ങളും സംഘടനകളും എന്ന് പറഞ്ഞത്, ഈ സംഘങ്ങളും സംഘടനകളും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗധേയം തീരുമാനിക്കുന്ന സാധനങ്ങളാ മരണാനന്തര ജീവിതത്തിൽ. ഇത് ചെറിയ കളിയല്ല. ഞാനിങ്ങനെ എൻ്റെ വാപ്പ മുജാഹിദായി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുജാഹിദാക്കാൻ പറ്റില്ല, എൻ്റെ ഉമ്മ സുന്നിയായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സുന്നിയാവാൻ പറ്റില്ല. ഞാൻ തീരുമാനിക്കേണ്ടത് എൻ്റെ പഠനം നടക്കണം. ആരാ പഠിച്ചിട്ടുള്ളത്? അങ്ങനെ പഠിക്കാത്ത, സ്വന്തം സംഘങ്ങളെ നിരൂപണം ചെയ്യാത്ത, വിമർശന വിധേയമായി അതിൻ്റെ നിലപാടുകളെ നോക്കിക്കാണാത്ത അംഗങ്ങളാണ് പക്ഷപാതികളായിട്ട് മാറുന്നത്. നിങ്ങൾ ശരിക്കും എല്ലാ പ്രസ്ഥാനം ഇട്ടു, ഞാൻ ഒരു പ്രസ്ഥാനത്തിന് ഒഴിവാക്കിയിട്ട് പറയല്ല. നമ്മുടെ പ്രസ്ഥാനം ഒരു നിലപാട് പറയുമ്പോൾ, നമ്മുടെ നേതാവ് ഒരു നിലപാട് പറയുമ്പോൾ, നമ്മുടെ സംഘം ഒരു നിലപാട് പറയുമ്പോൾ അതിനെ ഒന്ന് നിരൂപണം ചെയ്യണം. ശരിയാണോ തെറ്റാണോ നോക്കണം. അവർ പറഞ്ഞതിൽ തെറ്റാണെന്ന് കാണുമ്പോൾ അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കണം. അതിനെ പറ്റിയിട്ട് വലിയ കോലാഹലം ഉണ്ടാക്കണം എന്നല്ല, അവർക്കിടയിൽ ഡിസ്കഷനുകൾ നടക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഇത് ശരിയല്ലല്ലോ എന്ന് ചർച്ചയിൽ അങ്ങനെ നോക്കണം. കാരണം ഇത് ഖുർആനും സുന്നത്തല്ല, റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് ആണെങ്കിൽ നമ്മൾക്ക് ഒന്നും നോക്കാനില്ല. ഇത്തബഊനാണ്, നിങ്ങൾ പിൻപറ്റിക്കോളി, കണ്ണടച്ച് പിൻപറ്റിക്കോളി, നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല. വഹയ്യല്ലാത്ത വേറൊന്നും സംസാരിക്കാത്ത ആളാണ്, അള്ളാന്റെ കൽപ്പനയില്ലാതെ ഒരു വാക്ക് പറയാത്ത ആളാണ്. ധൈര്യമായിട്ട് ഇത്തിബാ ചെയ്യാം. ബാക്കിയുള്ളവരങ്ങനല്ല. ബാക്കിയുള്ള ആളുകളെ അങ്ങനെ ഇത്തിബാ ചെയ്യാൻ പറ്റൂല. അങ്ങനെ സംഘങ്ങളെ നോക്കിയിട്ട് വേണം നിൽക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന യദല്ലാഹി മഅൽ ജമാഅ, അള്ളാഹുവിന്റെ സഹായം ജമാഅത്തിനോടൊപ്പാണ്. അള്ളാന്റെ സഹായം ജമാഅത്തിനോടൊപ്പാണ്. വഇന്ന ശൈത്വാന മഅമൻ ഫാറഖൽ ജമാഅത യർതഖിബു, നിശ്ചയമായിട്ടും ശൈത്താൻ ആരോടൊപ്പാണ്? മഅ, അവനൊപ്പാണ്. ആരോട്? മൻ ഫാറഖൽ ജമാഅത യർതഖിബു, ജമാഅത്തിൽ നിന്ന് വേർപെട്ട് ഭിന്നിച്ച് ഓടിപ്പോകുന്നവന്റെ ഒപ്പാണ് ആര്? ശൈത്താൻ. ശൈത്താൻ അവന്റെ ഒപ്പാണ്. അള്ളാന്റെ സഹായമോ ജമാഅത്തിന്റെ ഒപ്പം, ശൈത്താന്റെ കൂട്ടുകെട്ടോ ജമാഅത്തിൽ നിന്നും വേർപെട്ട് പിളർന്ന് മാറിപ്പോകുന്നവൻ. ഇങ്ങനെയൊക്കെ നമ്മൾ നിരീക്ഷിച്ച് പരിശോധിച്ച് പഠിച്ച് ഒരു ജമാഅത്തിനെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ജമാഅത്തിനെ ഭിന്നിപ്പിക്കാനും അള്ളാഹു റസൂലും സമ്മതിച്ചിട്ടില്ല. ആദ്യം പഠിക്കണം, പഠിച്ചിട്ട് വേണം ഞാൻ ജമാഅത്തിനെ തിരഞ്ഞെടുക്കാൻ. നിരന്തരമായി നിരൂപണം ചെയ്തിട്ട് വേണം ഞാൻ ജമാഅത്തിനെ തിരഞ്ഞെടുക്കാൻ. എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് ഒറ്റക്ക് നിന്നൂടെ? ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചൂടെ? എനിക്ക് ഒറ്റക്ക് നോമ്പോറ്റൂടെ? എനിക്കെന്തിനാ സംഘം എന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോ, ഇസ്ലാം സംഘജീവിതത്തെ പ്രേരിപ്പിച്ചു. സംഘജീവിതമാണ് ഇസ്ലാമിക ജീവിതം. മുസ്ലിം ജീവിതം എന്ന് പറഞ്ഞാൽ സംഘജീവിതമാണ്, ഒരു സംശയവും വേണ്ട. ഒറ്റക്ക് നിൽക്കാൻ തോന്നുന്നത് നമ്മുടെ ദുർബലതയാണ്. ഇസ്ലാം പഠിപ്പിച്ച സംഘജീവിതവുമായി ചേർന്ന് നിൽക്കാൻ മടി നമ്മുടെ തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് സംഘജീവിതം വേണം. അതിനെന്ത് വേണം? നാം സംഘമായി കാണുന്നവരെ എല്ലാം തിരഞ്ഞെടുക്കണം, അവരൊക്കെ നോക്കണം, നിരീക്ഷിക്കണം, നിരൂപണം ചെയ്യണം, വിമർശന വിധേയമാക്കണം, പഠന വിധേയമാക്കണം. എന്നിട്ട് സത്യമാണ് എന്ന് 100% മൗലികമായ അഖീദാപരമായിട്ടുള്ള ഉസൂലിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇവർ കൊള്ളാം എന്ന് ഉറപ്പുവരുത്തിയ സംഘത്തിനോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് ചേർന്ന് നിന്നിട്ട് പിന്നെ അതിൽ നിന്ന് വേർപെട്ടു പോകാൻ അള്ളാഹു റസൂൽ കുഫർ കാണുമ്പോൾ അല്ലാണ്ട് സമ്മതിച്ചിട്ടില്ല. കുഫർ കണ്ടാലല്ലാതെ സമ്മതിച്ചിട്ടില്ല. ഇനി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറഞ്ഞാൽ മതി, ജമാഅത്തായി. ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഒരു ഖലീഫന്റെ കീഴിലുള്ള സംഘം മാത്രമാണ് അൽ ജമാഅ. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വലൗ കുൻത വഹ്ദക്. ഇതാരാ പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. അൽ ജമാഅ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ വാഫഖൽ ഹഖ്, സത്യത്തിന്റെ മേൽ നിലകൊള്ളലാണ്. വലൗ കുൻത വഹ്ദക്, നീ ഒറ്റക്കൊള്ളുമെങ്കിൽ, നീ ഒരാളേ ഉള്ളൂ, പക്ഷെ നീ സത്യത്തിലാണെങ്കിൽ അൽ ജമാഅ നീയാണ്, സംഘം നീയാണ്.
ഹക്കിന്റെ മേൽ നിൽക്കുക, അതാണ് സംഘം, ജമാഅത്ത്. അല്ലാതെ ബാത്തിലിന്റെ മേൽ ലക്ഷക്കണക്കിന് ആളുണ്ടെങ്കിലും അത് അൽ ജമാഅയല്ല. ബാത്തിലിന്റെ മേൽ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടെങ്കിലും അത് അൽ ജമാഅയല്ല. ഞാൻ ഒരാൾ ഒറ്റക്ക് സത്യത്തിലുള്ളൂ എങ്കിൽ അൽ ജമാഅ ഞാനാണ്, സംഘം ഞാനാണ്, അള്ളാഹു സഹായിക്കുന്ന സംഘം ഞാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസിനെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായി അവൻ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളിൽ പെട്ടതാണ് അവൻ എപ്പോഴും അവൻ്റെ സംഘത്തെ നിരൂപണം ചെയ്യുകയും ആ സംഘത്തോട് ചേർന്ന് നിൽക്കുകയും സംഘജീവിതം നയിക്കുകയും ആ സംഘജീവിതമാണ് മോക്ഷത്തിന് അല്ലാഹ് നിശ്ചയിച്ച സാമൂഹികമായിട്ടുള്ള ഘടന എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ഏത് കാലത്തും ഇത്തരം സംഘജീവിതം നയിക്കുന്ന ആളുകൾക്ക് കുറേ പ്രശ്നങ്ങൾ നേരിടാനുണ്ടാവും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കില്ലാത്ത ധാരാളം പ്രതിസന്ധികൾ സംഘജീവിതം നയിക്കുന്നവർക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, ഞാൻ നിങ്ങൾ കേട്ടത് അറിഞ്ഞത് ആണെങ്കിലും ഇടയ്ക്കിടെ അതിൻ്റെ ഓരോ സ്ട്രക്ചറും നമ്മൾ പരിശോധിക്കണം, ആ ഹദീസിന്റെ ഓരോ ഘടനയും നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻ സൗബാൻ റളിയല്ലാഹു അൻഹു ഖാല, സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം നിലകൊണ്ടേയിരിക്കും. അതിങ്ങനെ നിരന്തരമായി കണ്ടിന്യൂ ആയിട്ടൊരു വിഭാഗം നിലകൊണ്ടിരിക്കും. എങ്ങനെ? ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ സംഘമായി അവരിങ്ങനൊരു വിഭാഗം, സത്യത്തിന്റെ മേൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടൊരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകും. ലാ യദുറുഹും മൻ ഖദലഹും ഹത്താ യഅതിയ അംറുല്ലാഹി വഹും കദാലിക്. ലാ യദുറുഹും, അവരെ ആരും ഉപദ്രവിക്കുകയില്ല. ആര്? മൻ ഖദലഹും, അവരെ കൈവിട്ടവർ. ആ സംഘത്തെ, സത്യസംഘത്തിന് ഒരു ഉപദ്രവവും വരുത്തൂല. ആര് വരുത്തൂല? അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ. ഈ രണ്ടു കൂട്ടർ, ഒന്നില്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നവരാണ്, അല്ലെങ്കിലോ അവരോടൊപ്പം ഉണ്ടാകാൻ ബാധ്യതപ്പെട്ടവരാണ്. അവർ പക്ഷേ ഒപ്പമുണ്ടായില്ല, വേർപെട്ടു പോയി. എന്നിട്ട് പുറത്തു നിന്ന് ഇവരെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ലാ യളുറുഹും മൻ ഖദലഹും, അവർക്ക് ഈ ഉപദ്രവമൊന്നും ഒരു ചുക്കും വരുത്താൻ പോകുന്നില്ല. ഹത്താ യഅതിയ അംറുല്ലാഹി വഹും കദാലിക്, പടച്ചവന്റെ കൽപ്പന വരുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ അവരങ്ങനെ ഈ സത്യസംഘം സത്യം പറഞ്ഞ് സത്യം പ്രബോധനം ചെയ്ത് സത്യത്തിനു വേണ്ടി നിലകൊണ്ട് ആ സംഘം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലാ യളുറുഹും മൻ ഖദലഹും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ലാ യളുറുഹും മൻ തറക നുസ്റതഹും വമുആവനതഹും, അവർക്ക് സഹായം നൽകേണ്ടവർ സഹായം നൽകാതിരിക്കുക, അവരോട് ചേർന്ന് നിൽക്കേണ്ടവർ ചേർന്ന് നിൽക്കാതിരിക്കുക. അങ്ങനെ സഹായവും അതുപോലെ തന്നെ അവരുടെ സഹകരണവും കൊടുക്കാത്ത ആളുകൾ അവർക്കൊരു ഉപദ്രവവും വരുത്താൻ പോണില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ സത്യസംഘത്തിന്റെ പ്രത്യേകത എന്താ? അവരൊരു കൂട്ടായിരിക്കും, ജമാഅത്തായിരിക്കും, സംഘജീവിതമായിരിക്കും. അതാണ് പറഞ്ഞത്, എല്ലാ രംഗത്തും സംഘജീവിതം വിശ്വാസി തിരഞ്ഞെടുക്കുക. നമുക്ക് ഒറ്റപ്പെടലില്ല, നമ്മൾ തനിച്ച ജീവിതമില്ല. തനിച്ച ജീവിതം ഞാനും അള്ളയും മാത്രം, ആ ഒരു ഏകാന്ത സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വഴിപിഴവാണ്, ലൊലാലത്താണ്. മറിച്ച് ഇസ്ലാമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് കുടുംബമുള്ളവൻ, സാമൂഹിക ബന്ധങ്ങളുള്ളവൻ, മറ്റ് മുസ്ലിമീങ്ങളുമായി വിവിധ തരങ്ങളിൽ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ സ്വീകരിക്കുന്നവൻ, സംഘജീവിതം നയിക്കുന്നവൻ. അതാണ് വിശ്വാസി. അതുകൊണ്ട് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നവനാണോ, ഞാൻ സംഘമുള്ളവനാണോ? ഇത് ശ്രദ്ധിക്കണം. ആ സംഘത്തെയും ശ്രദ്ധിക്കണം, സംഘത്തിന്റെ നിലപാട് പരിശോധിക്കണം. പക്ഷേ ഉറപ്പിക്കണം, ഞാൻ ഒറ്റപ്പെട്ടവനാണോ, ഞാൻ സംഘമുള്ളവനാണോ എന്നുള്ളത് അവൻ ഉറപ്പിക്കണം. ഇനി ഒരു സംഘത്തെയും കണ്ടില്ലെങ്കിലോ, സത്യസന്ധമായ ഒരു സംഘത്തെയും കണ്ടില്ലെങ്കിലോ, അവനാണ് സത്യസംഘം. ഒറ്റയ്ക്ക് നിൽക്കുന്ന അവനാണ് സത്യസംഘം. അതാണ് ഇസ്ലാം സലഫുകൾ മനസ്സിലാക്കിയ ദീനിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ബോധം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന അൽ ഹബീബി മുഹമ്മദിൻ
വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ മുസ്ലിം സൊസൈറ്റിയെ ഇങ്ങനെ സംഘപരമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, ഇത്തരം സംഘങ്ങളിൽ വലാലത്തിൻ്റെ സംഘങ്ങളേത്, ഹക്കിൻ്റെ സംഘങ്ങളേത് എന്ന് സ്ഥിരം ശ്രദ്ധയുള്ളവരായി ജീവിക്കാനും പഠിപ്പിക്കാൻ നമുക്ക് കാണാം. ഇമാം ബുഖാരി, മുസ്ലിം അടക്കം നിരവധി മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു നിന്നുള്ള പ്രസിദ്ധമായ ഒരു ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മനെയും തിന്മനെയും ഖൈറിനെയും ഷർറിനെയും പറ്റി ചോദിക്കുന്ന ഒരു ദീർഘമായ ഹദീസ് കാണാം. അങ്ങനെ അദ്ദേഹം നബിനോട് ഖൈറിനെ പറ്റി പറഞ്ഞു, പിന്നെ ഷർറിനെ പറ്റി ചോദിച്ചു, ഇനിയും ഖൈറുണ്ടോ എന്ന് ചോദിച്ചു, അതിനുശേഷം ഷർറുണ്ടോ എന്ന് ചോദിച്ചു. ഓരോ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ അവസാനമായിട്ട് റസൂലിനോട് ചോദിക്കാണ്, ഫഖുൽതു, ഞാൻ ചോദിച്ചു, ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർ, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ ഖൈറിന് ശേഷം ഇനി ഒരു ഷർറ് വരാനുണ്ടോ? ഇനി ഞങ്ങൾക്കൊരു ഷർറ് വരാനുണ്ടോ? ഖാൽ, റസൂലുള്ളാഹിന്റെ മറുപടി, നഅം, ഉണ്ട്. എന്താണ് ആ ഷർറ്? ആ ഷർറ് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു, ദുആത്തുൻ അലാ അബിവാബി ജഹന്നം, നരക കവാടത്തിലേക്ക് വിളിക്കുന്ന പ്രബോധകന്മാർ, മൻ അജാബഹും ഇലൈഹ, ആര് അവർക്കുത്തരം കൊടുത്തുവോ, ഖദഫൂഹു ഫീഹ, അവരാ നരകത്തിൽ കൊണ്ട് അവനെ താഴ്ത്തിക്കളയും. അങ്ങനത്തെ സംഘം വരും. ശ്രദ്ധിച്ചോളണം, വിശ്വാസി എപ്പോഴും ശ്രദ്ധിച്ചോളണം. എൻ്റെ സംഘം ഹക്കിലേക്ക് ക്ഷണിക്കുന്നതാണോ ളലാലത്തിലേക്ക് ക്ഷണിക്കുന്നതാണോ? ഒരിക്കൽ മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ പേരിൽ കണ്ണോ പൂട്ടിയിരുന്ന് മരണം വരെ ഇത് എന്ന് ആരും ആരുടെ സംഘത്തെ പറ്റിയിട്ടും വിചാരിക്കണ്ട. നിരന്തരം നിരൂപണം ചെയ്യണം, നിരന്തരം അവരെ ശ്രദ്ധിക്കണം, അവരുടെ അഖീദ ശ്രദ്ധിക്കണം, അവരുടെ പ്രബോധനം ശ്രദ്ധിക്കണം, അവരുടെ മൻഹജ് മാർഗം ശ്രദ്ധിക്കണം. അത് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താ? ദുആത്തുൻ അലാ അബിവാബി ജഹന്നം, നരക കവാടത്തിലേക്ക് വിളിക്കുന്ന പ്രബോധകന്മാർ ഈ ഉമ്മത്തിലുണ്ടാകും. എന്നിട്ട് റസൂൽ അവിടെ നിർത്തിയില്ല, മൻ അജാബഹും ഇലൈഹ, ആരെങ്കിലും അവർക്ക് പോയിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരെ പിന്നീ കൂടിയിട്ടുണ്ടെങ്കിൽ, ഖദഫൂഹു ഫീഹ, അവർ നിങ്ങളെ നരകത്തിലേക്ക് തള്ളും. ഫഖുൽതു, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാ, അപ്പോൾ ഞാൻ വീണ്ടും റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, അല്ലാഹുവിൻ്റെ റസൂലേ, അവരെ പറ്റി ഞങ്ങൾക്ക് വിശദമാക്കി തരൂ, അവരുടെ രീതി ഞങ്ങൾക്ക് സവിശേഷത ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നഅം, അതെ, ഖൗമുൻ മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ, അവരുണ്ടല്ലോ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, അറബി സംസാരിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ തൊലികളിൽ നിന്നുള്ള വർഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഖുർആനും സുന്നത്തും ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുക്കുക. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പേടിച്ചു. അദ്ദേഹം ചോദിക്കുക, അല്ലാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ്, ഫമാ തറാ ഇൻ അദ്റകനി ദാലിക്, ആ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് റസൂലേ ചെയ്യേണ്ടത്? ആ ആളുകളെ കണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തൽസിം ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും, നീ അവരെ കണ്ടാൽ ഖുർആൻ പറഞ്ഞ്, സുന്നത്ത് പറഞ്ഞ്, അറബി ഭാഷ സംസാരിച്ച്, അറേബ്യൻ പാരമ്പര്യങ്ങൾ പറഞ്ഞ് ഈ വരുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ നരകത്തിലേക്ക് വിളിക്കുന്ന പ്രബോധകന്മാരാണ്. ഉറപ്പിച്ചോളണം, അവരെ നിങ്ങൾ കണ്ടാൽ തൽസം ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും, മുസ്ലിമീങ്ങളുടെ ഇമാമിനോടും ജമാഅത്തിനോടും ഒപ്പം നീ ചേർന്ന് നിൽക്കണം. ഫഖുൽതു, വീണ്ടും ഹുദൈഫ റളിയല്ലാഹു അൻഹു പേടിയായി, ഫഇൻ ലം തകുൻ ലഹും ജമാഅത്തുൻ വലാ ഇമാമുൻ, അന്നവർക്കൊരു ഇമാമും ജമാഅത്തും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം റസൂലേ? ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫഅതസിൽ തിൽകൽ ഫിർഖ കുല്ലഹ, ഈ മുഴുവൻ കക്ഷികളെ നീ വെടിയണം. വലൗ അൻത അലാ അസ്ലി ഷജറത്തിൻ ഹത്താ യുദ്രികൽ മൗത്ത് വ അൻത അലാ ദാലിക്, നിനക്ക് മരണം വന്നെത്തുന്നത് വരെ ഒരു മരത്തിന്റെ വേര് കടിച്ചു പിടിച്ചിട്ടായാലും ശരി, നീ ആ സംഘങ്ങളിൽ പോകാതെ നോക്കിക്കോളണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഓടിക്കേറി ഒരു ജമാഅത്തിന്റെ ആളാകാനും നിൽക്കണ്ട. ജമാഅത്തിന്റെ ആളായേ പറ്റൂ, പക്ഷെ ഒരു ഓടിക്കേറി ജമാഅത്തിന്റെ ആളാവാനും നിൽക്കണ്ട. പാരമ്പര്യം നോക്കിയിട്ട് നിൽക്കണ്ട. ഉമ്മതാണ് ഉപ്പതാണ് അത് പറഞ്ഞിട്ട് നിൽക്കണ്ട. ഖുർആനും സുന്നത്തും അനുസരിച്ച് നിരന്തരമായി പഠിക്കണം. എന്നിട്ട് വേണം സംഘത്തെ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ തിരഞ്ഞെടുത്ത സംഘത്തിനെയോ സഹായിച്ചു കൊണ്ടേയിരിക്കണം. പക്ഷെ അവരെപ്പോഴും നിരൂപണം ചെയ്യണം. കാരണം
അള്ളാന്റെ റസൂലല്ല അവരുടെ ഇമാമ്, സഹാബികളല്ല ആ സംഘത്തിന്റെ ആളുകൾ. അവർക്ക് എപ്പോഴും അബദ്ധം പറ്റാം, തെറ്റുപറ്റാം, നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ പരിശോധിക്കേണ്ടതില്ലാത്ത ഒരു സംഘമാണ് എൻ്റെ സംഘം എന്ന് ഞാൻ വിശ്വസിച്ചാൽ അന്ന് ഞാൻ ലൊലാലത്തിലായി, അന്ന് ഞാൻ പഴച്ചു. ഇങ്ങനൊന്നും പരിശോധിക്കേണ്ട, എൻ്റെ സംഘത്തെ പറ്റിയിട്ട് ഇങ്ങനൊന്നും നിരൂപണം ചെയ്യേണ്ടെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും മുസ്ലിമീങ്ങൾ അങ്ങനെ അവരുടെ സംഘടനയെപ്പറ്റി ചിന്തിച്ചാൽ, സംഘത്തെപ്പറ്റി ചിന്തിച്ചാൽ, അവന്റെ നാട്ടിലെ മദ്ഹബുകളെ പറ്റി അവൻ ചിന്തിച്ചാൽ അവൻ അന്ന് വഴിപഴച്ചു, അന്നവൻ വഴിപഴച്ചു. ഇതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാൻ മുസ്ലിം ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി സത്യസംഘത്തോട് ചേർന്ന് നിൽക്കാനും ബാത്തിലിന്റെ കക്ഷികളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ഇൽമും ഈമാനും തൗഫീഖും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന നിലകൊള്ളുന്ന സംഘം ബാത്തിലിന്റെ സംഘമാണെങ്കിൽ അവരെ കൈയൊഴിഞ്ഞ് ഹക്കിന്റെ സംഘത്തിലേക്ക് നീങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സംഘം ഹക്കിന്റെ സംഘമാണെങ്കിൽ ആ സംഘത്തിനെ സഹായിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും അല്ലാഹുവിൻ്റെ മതത്തിൻ്റെ താല്പര്യത്തിൻ്റെ അപ്പുറം സംഘങ്ങളെയും സംഘടനകളെയും അതിനപ്പുറം കണ്ണടച്ച് സ്നേഹിക്കാതിരിക്കാനുള്ള ഈമാൻ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മതത്തിനു വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വേണ്ടി മാത്രം സംഘങ്ങളെയും സംഘടനകളെയും സ്നേഹിക്കുന്ന ഹൃദയം വിശാലതയുള്ള ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ റമളാനിൽ എല്ലാ വർഷവും റമളാന്റെ മുൻപ് തന്നെ നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള രോഗികളായിട്ടുള്ള, നിർധനരായിട്ടുള്ള, പാവപ്പെട്ട ആളുകൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് ഒരു മാസത്തെ റമളാന്റെ ഭക്ഷണവും വിഭവങ്ങളുമായി നോമ്പ് തുറക്കാനും അത്താഴത്തിനുമൊക്കെയുള്ള വിഭവങ്ങളായിക്കൊണ്ട് അവർക്കൊരു കിറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. ആ കിറ്റ് കൊണ്ട് ആ വീട്ടുകാർ അല്ലെങ്കിൽ ആ മനുഷ്യൻ, അയാൾ പട്ടിണിയുള്ള, ദാരിദ്ര്യമുള്ള, നിർധനനായിട്ടുള്ള, രോഗിയായിട്ടുള്ള, കിടപ്പിലായിട്ടുള്ള മനുഷ്യന്മാർ ഒരു മാസം നോമ്പ് തുറക്കുന്നത് നമ്മളാ കൊടുത്ത കിറ്റീന്നായിരിക്കും. അവരത്താഴം കഴിക്കുന്നത് നമ്മളാ കൊടുത്ത കിറ്റീന്നായിരിക്കും. വലിയ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. 1500 രൂപയാണ് ഒരു കിറ്റിന്, ഒരു മാസത്തെ ഒരു മനുഷ്യൻ്റെ ചെലവിനുള്ള കിറ്റായി കണക്കാക്കി അതിൽ പിന്നെ ധാന്യങ്ങളും മറ്റു രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. 1500 രൂപയാണ്. ഈ വരുന്ന 15-ാം തീയതിക്ക് മുമ്പായി ഇവിടെയുള്ള കമ്മിറ്റിയെ ആ തുക ഏൽപ്പിച്ചാൽ ഒരു മാസം ആ മനുഷ്യന്മാർ, ചിലപ്പോൾ അതൊരു കുടുംബാകും, ചിലപ്പോൾ വീട്ടിൽ അധികം ആളുകളുണ്ടാവും, അവരൊക്കെ നോമ്പ് തുറന്നത് നിങ്ങൾ ഏൽപ്പിച്ച ഭക്ഷണത്തിൽ നിന്നാണ്, അവരത്താഴം കഴിച്ചത് നിങ്ങൾ ഏൽപ്പിച്ച ഭക്ഷണത്തിൽ നിന്നാണ്. ആത്മാർത്ഥമായ ഒരു ദാനമാണെങ്കിൽ ഒരു പക്ഷേ ആ ദാനം മാത്രം മതിയാകും നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്താൻ. അല്ലാഹു അത്തരം ദാനം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 15-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളെല്ലാം കൊടുക്കണം. അതിനുശേഷം വരുന്നത് ഒരു പക്ഷേ പിന്നെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രയാസം സംഭവിക്കും. അതുകൊണ്ട് 15-ാം തീയതിക്ക് മുന്നായിട്ട് കൊടുക്കുക. മാത്രമല്ല, ആർക്കെങ്കിലും കഴിഞ്ഞ റമളാനിലൊക്കെ നഷ്ടപ്പെട്ട നോമ്പുകൾ അത് എടുത്തു വീട്ടാൻ ബാധ്യതപ്പെടാതെ ഫിദിയ മാത്രം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുണ്ടാകും. ഉദാഹരണത്തിന് ഗർഭിണികളായിട്ടുള്ള, കഴിഞ്ഞ റമളാനിൽ ഗർഭിണിയായവൾ, കഴിഞ്ഞ റമളാനിൽ പ്രസവിച്ചവൾ, കഴിഞ്ഞ റമളാനിൽ മുലയൂട്ടുന്നവർ, അല്ലെങ്കിൽ നിത്യരോഗികളായിട്ടുള്ള ആളുകൾ, അവരുടെ രോഗം ശമിക്കാൻ പോകുന്നില്ല, നിൽക്കാൻ പോകുന്നില്ല, അങ്ങനത്തെ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നോമ്പെടുത്ത് വീട്ടേണ്ടതില്ല, ഫിദിയ കൊടുത്താൽ മതി ഇസ്ലാമിക നിയമം അനുസരിച്ച്. അങ്ങനെ ഫിദിയ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. 30 ദിവസം 30 സാധുവിൻ്റെ പിന്നെ ഫിദിയായി അത് മാറും. അപ്പോൾ 30 സാധുവിന് ത്വആമു മിസ്കീൻ, ഫിദിയത്തു ത്വആമു മിസ്കീൻ, ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണമാണ് ഒരു നോമ്പിന് അള്ളാഹ് ഫിദിയാക്കിയിട്ടുള്ള, നഷ്ടപരിഹാരമാക്കിയിട്ടുള്ളത്. 30 എണ്ണം നമ്മൾ കൊടുക്കുന്നതോടുകൂടി 30 നോമ്പിൻ്റെ ഇത് മാറും. രണ്ടാമത്തെ കാര്യം, ആരുടെയെങ്കിലും മാതാപിതാക്കൾ നോമ്പുൾ കടമായിട്ട് മരിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഫിദിയായിട്ട് കൊടുക്കാം. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന ദാനം കിട്ടും. എൻ്റെ ഉമ്മൻ്റെ നോമ്പ്, ആ നോമ്പ് ഫിദിയയായിട്ട് ഞാൻ കൊടുക്കുന്നു എന്ന നെയ്യത്തിൽ കൊടുത്താൽ 30 നോമ്പിൻ്റെ ഫിദിയ ഈ ഒരു കിറ്റ് കൊണ്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ പുണ്യം ചെയ്യാനും പുണ്യത്തിൽ ഒന്നിക്കാനും
ധാരാളം സമ്പാദിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അമലുകളിൽ ധാരാളം കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം ഉണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായി ജീവിച്ച് സ്വാലിഹായിട്ട് മരിച്ച് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് പരലോകത്തെത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരങ്ങൾ, നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നന്മകൾ ചെയ്ത ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു തആല ഖൈറും ബറക്കത്തും നിഅമത്തും അവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.